നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആദിയുടെ മുന്നിൽ ഒന്നും വല്ലാതായി മാറുവാണ് രചന. എന്ത് ചെയ്യണം? തൻ്റെ മകൻ വളർന്നിരിക്കുന്നു. ഒരുപക്ഷെ താന് ചിപ്പിയെ വിളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്ക് തൻ്റെ മോനെ നഷ്ടപ്പെടും. മോളെ കിട്ടിക്കഴിയുമ്പോൾ മോനെ നഷ്ടപ്പെടും. ആ ഒരു ചിന്ത രചനയുടെ മനസ്സിനെ അലട്ടുക. എന്ത് ചെയ്യാൻ പറ്റും? ഒരുപക്ഷെ അവനിപ്പം അവൻ്റെ അങ്കിളിനെ, അതായത് ആകാശിനെ അത്രയേറെ വെറുക്കുന്നുണ്ട്. അല്ലെങ്കിലും അവർ രണ്ടുപേരും ഇപ്പം എപ്പം നോക്കിയാലും കീരിയും പാമ്പിനെ പോലെ രണ്ടുപേരും ചേരത്തില്ല. ആകാശിന് പഴയ സ്വഭാവമല്ല. ആകാശാണെങ്കിലോ എപ്പം നോക്കിയാലും മോനെ കുറ്റപ്പെടുത്താനും ശ്രമിക്കുന്നത്. ഇനി എത്ര കാലം ഇങ്ങനെ പോവും? അതൊക്കെ ഓർത്തപ്പോൾ രചനയ്ക്ക് വല്ലാത്തൊരു സങ്കടമായിരുന്നു. പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആകാശ് വരുന്നേ. ആകാശ് വന്നു കഴിഞ്ഞപ്പോൾ രചന ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് രചനയോട് ചോദിച്ചു, എന്താടോ ഇതെന്ത് പറ്റി? ഇന്ന് ഭയങ്കര ആലോചനയാണല്ലോ എന്ന് പറയണം. ആ സമയത്ത് രചന പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയാ ചില കാര്യങ്ങൾ. ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, എന്താ കാര്യം? താൻ കാര്യം എന്താ വെച്ചാൽ പറ. പിന്നീട് മഞ്ജുമ ഒന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആകാശ് പറഞ്ഞു, ആഹാ ഇത് കൊള്ളാലോ, നമുക്ക് എന്താണെങ്കിലും ഒരു അവസരം കിട്ടിയിരിക്കാം, നമുക്കിത് മാക്സിമം വിനിയോഗിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം രചന വെച്ച് എങ്ങനെ വിനിയോഗിക്കണമെന്നാ? അല്ല, പാടത്ത് പണി വരമ്പത്ത് കൂലി എന്നല്ലേ പറയണേ. ഇത് 5 സെക്കൻഡിൽ തന്നെ നമുക്കൊരു പണി കൊടുക്കണ്ടേ അവർക്കിട്ട്. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു, ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ ചിപ്പിയെ എങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാമെന്ന് കരുതിയത്. പക്ഷേ ചിപ്പിയെ കൊണ്ടുവരാനായിട്ട് ആദ്യം സമ്മതിക്കുന്നില്ല. ആദ്യം സമ്മതിക്കുന്നില്ലേ? ആദ്യം സമ്മതിക്കുന്നില്ല. അവൻ പറയുന്നത് എന്താണെന്നറിയോ? ഇനിയിപ്പം ചിപ്പിയും കൂടെ കൊണ്ടുവന്നിട്ട് എന്തിനാ അങ്കിളിൻ്റെ കുത്തുവാക്കുകളൊക്കെ കേൾപ്പിക്കണേന്ന്. സത്യമല്ലേ ആകാശെ പറഞ്ഞേ? മുമ്പത്തെ പോലെയാണോ ആകാശിനിപ്പം ഈ ആദിയോടോ അല്ലെങ്കിൽ ചിപ്പിയോടോ സ്നേഹമുണ്ടോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശോട്, എന്താ രചന നീ ഇങ്ങനെയൊക്കെ പറയണേ? അവർ എൻ്റെ കുട്ടികളും കൂടെയല്ലേ. അത് മുമ്പ്. പക്ഷെ ഇപ്പോഴാകാശം അങ്ങനെയല്ല. ആകാശിൻ്റെതായ ലോകമാണ്. ഇപ്പം എന്നെയും കുട്ടികളെയും കാണുന്ന പോലും ആകാശിന് ഇഷ്ടമില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശ് പറഞ്ഞു, അതൊക്കെ നിന്റെ വെറും ഒരു തോന്നൽ മാത്രമാണ്. അങ്ങനൊന്നും ഇല്ലാന്നേ. അറിയാലോ, ഞാൻ നിനക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നേ. പിന്നെ ആദി, അവൻ്റെ സ്വഭാവത്തിൽ കുറേ മാറ്റങ്ങളുണ്ട്. അവനിപ്പോൾ അവൻ്റെ ഡാഡിയെ കാണണം. അവൻ വളർന്നു വരുമല്ലേ. അങ്ങനെയൊക്കെ അവൻ്റെ മനസ്സിലെ ചിന്ത. അവനെ മാറ്റിയെടുക്കണം നമ്മളാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. പെറ്റമ്മയായ നിനക്ക് പറ്റുന്നില്ല അതിന്. പിന്നെ നീ എന്നോട് പരാതി പറഞ്ഞിട്ട് എന്ത് ആവാനാ? രചന പറഞ്ഞു, എനിക്ക് കിട്ടിയൊരു അവസരമായിരുന്നു വീണ് കിട്ടിയത്, മഹേഷിനെ തകർക്കാനായിട്ട്. ഇത് കേട്ടപ്പം ആകാശ് പറഞ്ഞു, അത് ശരിയാ. ഒരു പക്ഷേ എങ്കിൽ അവരുടെ പണി കൊടുക്കാൻ പറ്റിയൊരു സാഹചര്യം തന്നെയായിരുന്നത്. പക്ഷേ അതത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് തോന്നില്ല. അങ്ങേ തലയ്ക്കൽ ഇഷിയ നിനക്കറിയാലോ. ഈ സമയം രചന പറഞ്ഞു, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എങ്ങനെ എനിക്ക് തകർക്കണം? ഒരു പക്ഷേങ്കിൽ അവർ തമ്മിൽ ഒരു ഭാര്യ ഭർത്ത ബന്ധമില്ലെങ്കിൽ ഇഷിതേനെ അവിടെ നിന്ന് നമുക്ക് പായിക്കാൻ പറ്റും. ചിപ്പിയെ നമുക്ക് സ്വന്തമാക്കാനും പറ്റും. അതോടുകൂടി മഹേഷ് തകർന്നു പോകും. അത് കേട്ടപ്പം ആകാശ് പറഞ്ഞു, ഒന്നൊരു കാര്യം ചെയ്യാം, നീ ഒരു പ്രണയ നാടകം കൂടെ അഭിനയിക്കുക എന്ന് പറയണം. ഇത് കേട്ടപ്പം രചന വെച്ച്, പ്രണയ നാടകമോ? അതെ. അല്ല, ഒരു കാലത്ത് നിന്റെ ഭർത്താവായിരുന്ന ആളല്ലേ, പിന്നെ ഇപ്പം എന്താ നിനക്ക് കുഴപ്പം? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രചന പറഞ്ഞു, ഇതേ ആകാശെ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. ഇപ്പം എൻ്റെ മനസ്സിൽ മഹേഷ് ഇല്ല. ആയിക്കോട്ടെ, മഹേഷ് വേണ്ട. അല്ല, നിനക്ക് അവനോട് പ്രണയമാണെന്ന് പറഞ്ഞ് അഭിനയിച്ചാൽ എന്താ കുഴപ്പം? അങ്ങനെ നമുക്ക് അവനെ വീഴിക്കാം. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു, അത്ര ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇഷിതയെ അവിടുന്ന് പായിക്കാനായിട്ട് എന്ത് നാടകം കളിക്കാനും ഞാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഉടനെ ഒരു പ്ലാൻ തയ്യാറാക്കണം. അത് പ്രകാരം വേണം കാര്യങ്ങളൊക്കെ നീക്കാനായിട്ട് എന്ന് ആകാശ് പറയാം. അത് കേട്ടപ്പോൾ രചനയ്ക്കും തോന്നി, എത്രയും പെട്ടെന്ന് അവിടുന്ന് ഇഷിതയെ പായിക്കണം. ഇഷിത ഉള്ളിടത്തോളം കാലം ചിപ്പി തൻ്റെ ഇടയിലേക്ക് വരത്തില്ല. ഇഷിത പോവുകയാണെങ്കിൽ ചിപ്പിയെ തനിക്ക് കൊണ്ടുവരാൻ സാധിക്കും. പതുക്കെ പതുക്കെ മഹേഷിൻ്റെ മനസ്സിലേക്ക് ചെന്ന് കയറണം. എങ്കിൽ മാത്രമേ ചിപ്പിയെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചില തീരുമാനങ്ങളുമായിട്ട് രചന ഇരിക്കുകയാണ്. ഈ സമയത്ത് ഇഷിത വീട്ടിൽ പോയിട്ട് മഹേഷിൻ്റെ അരിയിലേക്ക് വരുന്നത്. അപ്പോഴേക്കും ചിപ്പിമോളാണ് പോയി കഥ പറഞ്ഞത്. അല്ല അമ്മ, ഇത് എവിടെ പോയതായിരുന്നു? ഞാനേ അമ്മമ്മേനെ കാണാൻ പോയതായിരുന്നു. ഓ, എന്നിട്ട് എന്താ എന്നോട് പറയാത്തെ? ഡാഡി വന്നോന്ന് ചോദിക്കാം. എനിക്കറിയില്ല എന്ന് പറയണം. അതെന്താ ഡാഡിയായിട്ട് അമ്മ മിണ്ടത്തില്ലേ? നിങ്ങൾ രണ്ടുപേരും പിണക്കമാണോ? പിണക്കമൊന്നുമില്ല. പിന്നെന്താ അമ്മ പറയുന്നത് ഡാഡിനെ കണ്ടില്ല എന്നൊക്കെ? എനിക്ക് തോന്നുന്നു പിണക്കമെന്ന്. വീണ്ടും രണ്ടുപേരും കൂടെ പിണങ്ങിയില്ലേ? ചിപ്പിമോൾക്ക് ഭയങ്കര സങ്കടമാണ് മഹേഷും ഇഷിതയും കൂടെ തമ്മിൽ പിണങ്ങണത്. പിന്നീട് ഇഷിത മുറിയിലേക്ക് വന്നിട്ട് ആലോചിക്കും, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അമ്മയാണെങ്കിൽ ആകെപ്പാടെ ധർമ്മ സങ്കടത്തിൽ. എത്രയും പെട്ടെന്ന് തനിക്കും മഹേഷിനും ഒരു കുഞ്ഞു വേണമെന്ന് അമ്മ ശടിച്ചുകൊണ്ടിരിക്കണേ. പക്ഷെ താനും മഹേഷും തമ്മിൽ എഗ്രിമെൻ്റ് വിവാഹമാണ്. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കുകയാണ്.
ഇനിയിപ്പം താനും മഹേഷ് തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം അവരുടെ എല്ലാം മനസ്സിൽ താനും മഹേഷും ഇപ്പം രണ്ട് അന്യ വ്യക്തികളെ പോലെ കഴിയുന്നത്. അപ്പോൾ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം എന്ന് വിചാരിക്കുക. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഹേഷ് വന്നു. മഹേഷിനെ കണ്ട് ചിപ്പിമോളി എന്നിട്ട് ചോദിച്ചു, ദേ ഡാഡി പിന്നെ അമ്മയായിട്ട് വഴക്കിട്ടോ ഞാനോ? അതെ, വഴക്കിട്ടല്ലേ, എനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ തവണ ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ വരില്ല കേട്ടോ. എല്ലാ തവണ ഞാനല്ലേ കോംപ്രമൈസ് ചെയ്യിക്കുന്നത്, ഈ തവണ ഞാൻ വരില്ല, ഞാനും മടുത്തു എന്നൊക്കെ പറഞ്ഞ് ചിപ്പിമോളും മുഖം വീർപ്പിച്ച് മുറിയിലേക്ക് കയറി പോവാം. മഹേഷിന് സങ്കടമായി. പാവം, അവൾക്ക് വേണ്ടിയിട്ടാണ് ഇഷിത ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ. ഒരു പക്ഷേ അവളില്ലായിരുന്നെങ്കിൽ ഇഷിത പണ്ടേ ഇവിടുന്ന് പോയേനെ. പിന്നീട് മുറിയിലേക്ക് വന്നപ്പം ഇഷിത ഇവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. മഹേഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത മഹേഷിനോട് ചോദിച്ചു, അല്ല മഹേഷ് ഇത് എവിടെയായിരുന്നു എന്ന് ചോദിക്കുക. ഞാൻ കുറച്ച് ലേറ്റായി ഓഫീസിൽ നിന്ന് ഇറങ്ങാനായിട്ട്. എന്താ ഇഷിത? ഒന്നുമില്ല, എന്തോ കാര്യമായിട്ടുണ്ടല്ലോ, എന്താന്ന് പറ. പിന്നീട് വീട്ടിൽ ചെന്നതും പ്രിയാമണി സംസാരിച്ചു പോയ കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മഹേഷ് പറഞ്ഞു, ഇന്നെന്നെ രചന വിളിച്ചിട്ടുണ്ടായിരുന്നു. രചന എന്തിന്? അല്ല, അവളുടെ മനസ്സിൽ വേറെ ചില ചിന്തകളൊക്കെ ഇപ്പോഴും. വേറെ ചില ചിന്തകൾ? എന്ത് ചിന്തകൾ? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഓരോന്നും വള്ളി പുള്ളി വിടാതെ അവൾ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവൾ വിളിച്ചെന്നെ കളിയാക്കാൻ വേണ്ടി മാത്രമല്ല, അവളുടെ മനസ്സിൽ വേറെ പല ചിന്തകളുമോ. അല്ല, അതൊക്കെ എങ്ങനെയാണ് അറിഞ്ഞത്? നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരല്ലെന്ന് അവൾ അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ അറിയണമെങ്കിൽ അത് ഈ വീട്ടിൽ നിന്ന് തന്നെ പോയിരിക്കുന്ന ഒന്നെങ്കിൽ മഞ്ജുമേച്ചി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. എൻ്റെ അമ്മ പറഞ്ഞ എന്താണെന്നറിയോ? നിൻ്റെ അമ്മയെ പറഞ്ഞതെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇഷിത പറഞ്ഞു, ദേ അനാവശ്യം പറയരുത് കേട്ടോ മഹേഷേ, എൻ്റെ അമ്മ അത്രക്കാരിയൊന്നുമല്ല. എൻ്റെ അമ്മയ്ക്ക് അവരോട് പറയേണ്ട കാര്യമില്ല, അതെനിക്കറിയാലോ. ഒരു പക്ഷേ മഞ്ജുമേച്ചി ആയിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രചന ഇപ്പോൾ പുതിയ അടവായിട്ട് ഇറങ്ങിയിരിക്കുക. കാരണം ചിപ്പിയുടെ ആദ്യയുടെ അമ്മയാണല്ലോ അവള്. അപ്പോൾ ആ രീതിയിൽ എൻ്റെ മനസ്സിലേക്ക് വീണ്ടും കയറാനായിട്ട് ഒരു പക്ഷേ നീയും ഞാനും തമ്മിൽ അകന്ന് കഴിയുമല്ലേ. അപ്പോൾ ആ ഗ്യാപ്പിൽ കൂടെ കയറാനായിട്ട് അവരുടെ വിചാരം. ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഇഷിതേ. എനിക്കിത് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യണം, എനിക്കിത് ചോദിക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഇഷിത എന്ത് ചോദിക്കാനായിട്ട്? അല്ല, അവൾ ഈ കാര്യങ്ങൾ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കണം. അത് മാത്രമല്ല, അവളിപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്നെ ഒരു കളിയാക്കുന്ന രീതി സംസാരിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, എൻ്റെ മനസ്സിൽ അവളല്ലേന്ന്. അപ്പം അതല്ലാന്ന് എനിക്കൊന്ന് തിരുത്തി കൊടുക്കണ്ടേ? ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, അല്ല നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ മഹേഷേ? അതെനിക്ക് തിരുത്തി കൊടുക്കണം. അവളുടെ മനസ്സ് പോലല്ല എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിപ്പോലും അവളില്ലെന്ന് എനിക്കത് തെളിയിച്ചു കൊടുക്കണം എന്നും പറഞ്ഞ് കഥ തുറന്നിറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ ഇഷിത പെട്ടതാ കഥ അടച്ച് കുറ്റിയിട്ടു. ഇതേ മഹേഷേ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകണ്ട. അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അത് മതി അടുത്ത പ്രശ്നമാവാനായിട്ട്. വെറുതെ എൻ്റെ കൂരുമേ കുരുവെന്നും പറഞ്ഞ് ഒരേ വയ്യാവിലൂടെ വലിച്ചു വെക്കുന്നേ. ഇവിടെ നമ്മളാണ് ഇത് നേരിടേണ്ടത്. അതെ, നമ്മൾ തന്നെ തീരുമാനം എടുക്കണം എന്ത് ചെയ്യണമെന്ന്. കാരണം എല്ലാവരുടെ മുന്നേ തലയുയർത്തി പിടിച്ചിരിക്കണമെങ്കിൽ ഇനി നമ്മൾ ആ എഗ്രിമെൻറ്റ് കീറിക്കളഞ്ഞാൽ മതിയാവുള്ളൂ. ഇഷിത, അത് പിന്നെ മഹേഷിന് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ നോക്കിയിട്ട് അതേ ഒരു മാർഗമുള്ളൂ. എഗ്രിമെൻറ്റ് വേണ്ട നമുക്കിടയിൽ. നമ്മൾ കല്യാണം കഴിഞ്ഞല്ലേ. ഒരു കാര്യം എനിക്കറിയാം, എനിക്ക് മഹേഷ് ഇല്ലാതെ ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. എൻ്റെ ഭർത്താവ് മഹേഷാണ്. എനിക്ക് മഹേഷിനെ കൂടാതെ മറ്റൊരു ജീവിതവും ഇല്ല. അപ്പോൾ പിന്നെ എനിക്ക് മഹേഷിനൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് മഹേഷ് എന്ന എൻ്റെ മനസ്സിലെ വിചാരം. ആണോ മഹേഷ് എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു, അതെന്ത് ചോദ്യം ഇഷിത? പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിൻ്റെ കോണിപ്പോലും രചനയില്ല. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഇഷിതയോടൊപ്പമായിരിക്കും, അല്ലാതെ എനിക്ക് ആരുമായിട്ടൊരു ജീവിതം ഇല്ല എന്ന് പറയാം. അത് കേട്ടപ്പോൾ ഇഷിതയ്ക്ക് സന്തോഷമായി. ഇഷിത പറഞ്ഞു, അങ്ങനെയാണ് പിന്നെ നമ്മൾ എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഇല്ലാതാക്കുന്നത്? നമുക്ക് പരസ്പരം ഒരുമിച്ച് ജീവിച്ചുകൂടെ? ആ എഗ്രിമെൻ്റ് ഇല്ലാതെ ഒരു പക്ഷേ എൻ്റെ അമ്മയൊക്കെ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ജീവിച്ചുകൂടെ എന്ന് ചോദിക്കുക. ഈ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ടാണ് മഹേഷും കാത്തിരുന്നത്. മഹേഷിൻ്റെ ആഗ്രഹം വരുന്നത്. കാരണം ഇനിയിപ്പോൾ എല്ലാവരുടെയും വായടുപ്പിക്കണമെങ്കിൽ ഇഷിത എത്രയും പെട്ടെന്ന് ഗർഭിണിയാണ്, എങ്കിലേ ആൾക്കാർ വിശ്വസിക്കുകയുള്ളൂ. മറ്റുള്ളവർ അവർ രണ്ടുപേരും ഒന്നായെന്നുള്ള കാര്യം ഇഷിതയും മഹേഷും. അല്ലാതെ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആർക്കും ബെഡ്റൂമിൽ ഒന്നും നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും പറയും അവർ രണ്ടുപേരും പഴയതുപോലെ കഴിയണേന്ന്. അപ്പോൾ അങ്ങനെ ആ ഒരു തീരുമാനത്തിലെത്തുവാണ് അവർ. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.